അങ്ക് പറയുകയാണ് 3588 അല്ലെ 3588 പറയുകയാണ്. പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുന്നു തിരുവനന്തപുരവും. പെട്ടെന്ന് ചിത്രം മാറുന്നു. വിശ്വപൗരനും ഹൈടെക് പ്രചരണവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നതെന്ന് തോന്നും. തരൂരിന് വലിയ രീതിയിൽ വെള്ളം കുടിപ്പിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയാം. അപ്പോഴും ഒരു വ്യക്തമായ ലീഡിലേക്ക് പോകാൻ പറ്റുന്നില്ല. കൃത്യമായി ലീഡ് കുറഞ്ഞു വരുന്നു. 15,000-ൽ നിന്ന് 3,000 ശിഷ്ടം വോട്ടിലേക്ക് ലീഡ് കുറയുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ തിരുവനന്തപുരത്ത് ശശി തരൂർ ലീഡ് എടുക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ സമയങ്ങളിൽ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം 2 MP-മാർ ഞങ്ങൾ ആഘോഷിക്കുമെന്നാണ് 3.5 ലക്ഷത്തോളം വോട്ട് ഇനിയും എണ്ണാനുണ്ട് എന്നാണ് അരുൺ റിപ്പോർട്ട് ചെയ്തത്. ഉറപ്പായിട്ടും ഒരു തരത്തില് 3 ലക്ഷത്തിലേറെ വോട്ടുകൾ ഇനിയും എണ്ണാനുള്ളപ്പോൾ 1,192 ലീഡ് എന്നത് ഒട്ടും വലിയ ലീഡല്ല എന്നത് വ്യക്തമാണ്. പക്ഷെ എപ്പോഴും തരൂർ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ഒരു ഊർജം, കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ഒരു എനർജി തീരുമാനിച്ചു പോയാൽ മതി എന്നുള്ള തീരുമാനമുണ്ട് അവിടെ എന്നതാണ്. എന്തായാലും സസ്പെൻസ് ആവുകയാണ്. ക്ലൈമാക്സിൽ 18-1 എന്ന നില മാറുകയാണ്. തരൂർ 192 വോട്ടിന്റെ വളരെ കുറച്ച് വോട്ടിന്റെ മാത്രം ലീഡെടുക്കുന്നു. 18 UDF, 1 LDF, 1 BJP എന്ന നിലയിൽ ടാലി മാറുന്നു. ഏതായാലും തലസ്ഥാനം ഇത്തവണയും ശശി തരൂരിനോടൊപ്പം എന്ന സൂചനയിലേക്ക് പോകുന്നു. ഇപ്പോൾ ശശി തരൂർ ലീഡ് നേടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏറെ നേരം രാജീവ് ചന്ദ്രശേഖർ തുടർച്ചയായി ലീഡ് ഉയർത്തിയിരുന്നുവെങ്കിൽ അതിന് പിന്നീട് ആന്റി ക്ലൈമാക്സിലേക്ക് എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് ഇതുവരെ ഗംഭീരമായി പോവുകയാണ്. അവസാനത്തെ 3 ലക്ഷമായിരിക്കും വോട്ടുകൾ. പക്ഷെ ആ 3 ലക്ഷത്തിലേക്ക് എത്തുമ്പോൾ നമുക്കൊന്ന് ഗംഭീരമായി പെരുക്കിയാലോ. ഓടിയെത്തിയതാണല്ലേ. ഓക്കെ, ശശി തരൂരിന് വേണ്ടി തരൂർ 192 വോട്ടിന്റെ ചെറിയ ലീഡ് മാത്രമാണ് നേടിയിരിക്കുന്നത്. അദ്ദേഹം വലിയ ഭൂരിപക്ഷം ഏത് തരത്തിൽ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങ് മലപ്പുറത്ത് 2 ലക്ഷം കഴിഞ്ഞു. 2 ലക്ഷം കഴിഞ്ഞു ഈട്ടിയുടെ ഭൂരിപക്ഷം. 2 ലക്ഷത്തിലേറെയായി. KPCC ആസ്ഥാനത്തും 192 വോട്ടിന്റെ ലീഡിൽ ആഹ്ലാദ പ്രകടനം തുടങ്ങിയിരിക്കുന്നു. എന്തായാലും 19 എന്ന പഴയ നിലയിലേക്ക് എത്തുമോ എന്ന ആശ്വാസമൊക്കെ അവർ കാണുന്നുണ്ടായിരിക്കും. എന്തായാലും 19 എത്തില്ല, 18-ൽ ചുരുങ്ങും കോൺഗ്രസ് UDF എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 18 UDF-ന്, LDF-ന് 1, BJP-ക്ക് 1 എന്നതാണ് നില. ഉറപ്പായിട്ടും എന്തായാലും ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, ഏറ്റവും ഒടുവിലത്തെ വോട്ടെണ്ണൽ റൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരമാണ് ഏറ്റവും സസ്പെൻസ് ആക്കുന്നത്. ഒപ്പം കൂട്ടിന് തൊട്ടടുത്ത് ആറ്റിങ്ങലും തിരുവനന്തപുരം ഒരേപോലെ സസ്പെൻസ് നിലനിർത്തി പോകുന്നു. ഇപ്പോൾ ലീഡ് എടുത്തിരിക്കുന്നത് ശശി തരൂരാണ്. ശശി തരൂർ ആ ലീഡ് ചെറിയ തോതിൽ നിലനിർത്തുകയും ചെയ്യുന്നു. മാറി മറിയാം കണക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാം. തുഴയെറിയുന്നതനുസരിച്ച് വള്ളത്തിന്റെ ദിശ മാറാം. ഉദ്വേഗത്തിന്റെ മണിക്കൂറുകളായിരുന്നു UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം. ഇത്തവണ വിശ്വപൗരന് തിരുവനന്തപുരം നഷ്ടമാകുമോ എന്ന ആശങ്കകളുടെ മണിക്കൂറുകളായിരുന്നു കടന്നുപോയത്. ദീർഘനേരം ശശി തരൂരിനെ പിന്നിലാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മുന്നിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ ശശി തരൂർ തിരിച്ചു പിടിക്കുന്ന സാഹചര്യം. ഇനി 3 ലക്ഷത്തോളം വോട്ടുകൾ എണ്ണാനുണ്ട് എന്ന് കൗണ്ടിംഗ് സെന്ററിൽ നിന്ന് അരുൺ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം. അരുൺ ഇതാ ലീഡ് നില മാറി പറഞ്ഞിരിക്കുന്നു. ശശി തരൂർ ചന്ദ്രശേഖരനെ പിന്നിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് കുതിക്കുന്നു.
തീർച്ചയായും ലീഡ് മാറി മറിയുന്നു. 192 എന്ന വളരെ നേർത്ത ലീഡിലേക്ക് ഇപ്പോൾ സെഞ്ചൂർ എത്തിയിരിക്കുന്നു. പക്ഷേ അത് ആശ്വസിക്കാനുള്ള വകയെന്ന് പറയാൻ കഴിയില്ല. കാരണം 20,000 എന്ന വലിയ 23,000-ലധികം വോട്ടുന്ന വലിയ ഭൂരിപക്ഷത്തിനാണ് ഈ താഴേക്ക് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പിന്നോട്ട് പോയിരിക്കുന്നത്. കഴക്കൂട്ടത്ത് ഇനി ഒരു റൗണ്ടാണ് എണ്ണാൻ ബാക്കിയുള്ളത്. 12 റൗണ്ടാണ് കഴക്കൂട്ടത്തുള്ളത്. നേമത്ത് 12 റൗണ്ടിൽ 9 എണ്ണം എണ്ണിക്കഴിഞ്ഞു. 3 റൗണ്ട് ബാക്കിയുണ്ട്. വട്ടൂർക്കാവിൽ 4 റൗണ്ട് ബാക്കിയുണ്ട്. തിരുവനന്തപുരത്ത് UDF പ്രതീക്ഷ അർപ്പിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ തീരദേശ മേഖലകളിൽ 1 റൗണ്ട് മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മളുടെ ഓഫീസ് ഇരിക്കുന്ന ഈ കഴക്കൂട്ടം, ഈ ടെക്നോ പാർക്ക് ഒക്കെ ഇരിക്കുന്ന മേഖലകളിലെ വോട്ടാണ് അപ്പോ തരൂരിന് ലഭിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഒറ്റ സെക്കൻഡ് വീണ്ടും മാറുന്നു. ആറ്റിങ്ങലിൽ ലീഡ് വീണ്ടും മാറുന്നു. അടൂർ പ്രകാശിന് 2,995 ലീഡ് വീണ്ടും അടൂർ പ്രകാശിലേക്ക് പോയിരിക്കുന്നു. ശരി അരുൺ തുടർന്നോളൂ. കഴക്കൂട്ടത്ത് ആ മേഖലകൾ ആദ്യം എണ്ണിപ്പോയി. ഇത് തീരദേശ മേഖലകളിൽ കുറച്ച് വോട്ടാണ് അവിടെ എണ്ണാനുള്ളത്. അതുകൊണ്ട് തന്നെ അത് UDFന് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എന്നാൽ പൂർണ്ണമായും ആ പ്രതീക്ഷ അതേപടി നിൽക്കുമോ എന്ന് പറയാൻ കഴിയില്ല. കാരണം നിയമമണ്ഡലത്തിൽ ഇനിയും 3 റൗണ്ട് കൂടി എണ്ണാനുണ്ട്. പാറശാലയിൽ 4 റൗണ്ട് എണ്ണാനുള്ളത് UDFന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്ന കാര്യമാണ്. അതുപോലെ കോവളത്തും 4 റൗണ്ടോളം ബാക്കിയുണ്ട്. നെയ്യാറ്റിൻകരയിൽ 4 റൗണ്ട് ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ UDF ഇപ്പോഴും പ്രതീക്ഷ അർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ തവണയൊക്കെ വലിയ നേട്ടമുണ്ടാക്കിയ മേഖലകളിൽ കഴിഞ്ഞ തവണ പാറശാല, നെയ്യാറ്റിൻകര, കോവളം മണ്ഡലങ്ങളിൽ 3ാം സ്ഥാനത്താണ് BJP എത്തിയത്. അതാണ് 2014 രാജഗോപാലിന്റെ പരാജയത്തേക്ക് നയിച്ചത്. 2019 വലിയ രീതിയിൽ തരൂരിന് മുന്നേറ്റമുണ്ടാക്കിയത് ഈ 3 നിയമസഭാ മണ്ഡലങ്ങളാണ്. രണ്ട് മണ്ഡലങ്ങൾ ആണ് തിരുവനന്തപുരവും ആറ്റിങ്ങലും. ഈ 2 മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത്. ഒരു വാർത്ത, പ്രധാനമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ വിളിച്ചിരിക്കുന്നു. ഇനിയിപ്പോ ഘടകകക്ഷികൾക്ക് കുറച്ചുകൂടി മൂല്യമുള്ള സമയമാണ്. പ്രധാനമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ വിളിച്ചിരിക്കുന്നു. ആന്ധ്രയിലെ തിളക്കം, വിജയത്തിളക്കത്തിലാണ് പ്രധാനമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ ചേർത്ത് നിർത്തുന്നത്. ശശി തരൂരിന് ലീഡ് കൂടുന്നു. ശശി തരൂരിന് ലീഡ് കൂടുന്നു. ശശി തരൂരിന് അവസാന സമയങ്ങളിൽ യു ടേൺ എടുക്കുകയാണോ തിരുവനന്തപുരം എന്നുള്ളതാണ്.